മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാൻ കേന്ദ്ര സർക്കാർ. പദ്ധതിക്ക് കീഴിൽ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമുള്ള വിഹിതത്തിൽ കേന്ദ്ര സർക്കാർ കോടിക്കണക്കിന് രൂപയാണ് കുടിശ്ശിക വരുത്തിയത്. ഇത് പാർലമെന്ററി സ്ഥിരം സമിതിയുടെ റിപ്പോർട്ടിലാണ് പറയുന്നത്. കഴിഞ്ഞ മാസം 15 വരെ 23,446 കോടിയിലധികമാണ് കുടിശ്ശിക. തൊഴിൽ ദിനങ്ങൾ ഉയർത്തണമെന്നും വേതനം വർദ്ധിപ്പിക്കണമെന്നും സമിതി ശുപാർശ ചെയ്തു. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമുള്ള വിഹിതത്തിൽ കഴിഞ്ഞ മാസം 15 വരെ കേന്ദ്ര സർക്കാർ വരുത്തിയത് 23,446 കോടിയിലധികം കുടിശ്ശികയെന്നാണ് പാർലമെന്ററി സമിതിയുടെ കണ്ടെത്തൽ. ഇത് നിലവിലെ ബജറ്റിന്റെ 27.26%. അതായത് അനുവദിച്ച ഫണ്ടിന്റെ 4/1 കൂടുതൽ മുൻവർഷങ്ങളിലെ കുടിശ്ശിക തീർക്കാൻ ഉപയോഗിക്കേണ്ടി വരും. തത്ഫലമായി നടപ്പ് സാമ്പത്തിക വർഷത്തെ യഥാർത്ഥ പ്രവർത്തന ബജറ്റ് 62,553 കോടി രൂപയായി കുറയും. ഇത് പദ്ധതി ഫലപ്രദമായി പ്രവർത്തിക്കാനുള്ള ശേഷി കുറയ്ക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കേന്ദ്ര സർക്കാർ വിഹിതം വിതരണം ചെയ്യുന്നതിൽ തുടർച്ചയായ കാലതാമസം വരുത്തിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. വേതനത്തിൽ ഈ വർഷം ഫെബ്രുവരി 15 വരെ 12,219 കോടിയിലധികമാണ് കുടിശ്ശിക. തൊഴിലുറപ്പ് സാമഗ്രികൾക്കുള്ള 1,227.09 കോടിയും കുടിശ്ശികയാണ്. തൊഴിലുറപ്പ് ദിനങ്ങൾ 100-ൽ നിന്ന് 150 ഉയർത്തണമെന്നും വേതനം വർദ്ധിപ്പിക്കണമെന്നും പാർലമെന്ററി സമിതി ശുപാർശ ചെയ്തിട്ടുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിലെ വേതനത്തിലും വ്യത്യാസമുണ്ട്. വേതന പരിഷ്കരണത്തിന്റെ മാനദണ്ഡങ്ങൾ മാറ്റാനും സമിതി നിർദ്ദേശിച്ചു. ആധാർ അധിഷ്ഠിത വേതന വിതരണം നിർബന്ധമാക്കരുതെന്നും സമിതി ചൂണ്ടിക്കാണിച്ചു. അതേസമയം തൊഴിൽ കാർഡ് ഇല്ലാതാക്കുന്നതിൽ തങ്ങൾക്ക് പങ്കില്ലെന്ന കേന്ദ്ര സർക്കാർ ഒഴിഞ്ഞുമാറിയിരുന്നു. 2021 മുതൽ BJP നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ പദ്ധതി നടത്തിപ്പിലെ ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടി പശ്ചിമബംഗാളിനുള്ള ഫണ്ട് തടഞ്ഞുവച്ചിരുന്നു. അത് അനുവദിക്കണമെന്നും കമ്മിറ്റി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. കൈരളി ന്യൂസ്, ദില്ലി.